വിയറ്റ്നാം യാത്രയുടെ ഭാഗമായി ബാണ ഹിൽസിലേക്ക് അതിരാവിലെ തന്നെ പുറപ്പെട്ട് യാത്ര മധ്യേ പേൾ ഫാക്ടറിയും കണ്ട് അല്പവിശ്രമത്തിന് ശേഷം ബാണ ഹിൽസ് എന്ന സ്വപ്നലോകത്ത് എത്തിച്ചേരുകയും അവിടെ ഏതാണ്ട് 5.5 കിലോമീറ്റർ നീളുന്ന കേബിൾ കാർ യാത്രയും ഒപ്പം തന്നെ മറ്റനേകം അത്ഭുതകരമായ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹര കാഴ്ചകളും കണ്ട് ഒരു ദിവസം മുഴുവനും ബാണ ഹിൽസിലെ അത്ഭുത കാഴ്ചകളിൽ മുഴുകിയതിനു ശേഷം അങ്ങനെ നാം തിരിച്ച് ബാണ ഹിൽസിനോട് യാത്ര പറഞ്ഞ് ദനാങ് സിറ്റിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏതാണ്ട് വൈകുന്നേരം 4:30 ബാണ ഹിൽസിലെ മനോഹരമായ അത്ഭുത കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്നതും മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്നതുമാണ്. അത് കേബിൾ കാർ യാത്രയായാലും പ്രകൃതിയെ ഒട്ടും ഹനിക്കാത്ത രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന മറ്റനേകം കാഴ്ചകളായാലും ഒക്കെ കണ്ടുകൊണ്ട് അവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ച് തിരിച്ച് നാം ബാണ ഹിൽസിൽ നിന്നും ദനാങ് സിറ്റിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ എങ്ങും വളരെയേറെ ഡിസിപ്ലിനോടുകൂടി നിരനിരയായി സഞ്ചരിക്കുന്ന ബസ്സുകളും കാറുകളും ടാക്സികളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചേരുക. എങ്ങും ഡിസിപ്ലിൻ മാത്രമാണ് കാണാൻ സാധിക്കുക. വാഹനങ്ങളുടെ ഹോർണടിയോ ശബ്ദ കോലാഹലങ്ങളോ ഓവർടേക്കിങ്ങോ ഒന്നുമില്ലാതെ വളരെ ഡിസിപ്ലിനോടുകൂടി യാത്ര ചെയ്യുന്ന തദ്ദേശീയരും വിദേശീയരുമായ യാത്രക്കാർ, ഒപ്പം ധാരാളം യാത്രക്കാരെയും കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന അനേകം ടൂറിസ്റ്റ് ബസ്സുകൾ. ഇങ്ങനെ ബാണ ഹിൽസിൽ നിന്നും നാം അതിമനോഹരമായി നിർമ്മിച്ചൊരുക്കിയ 4 വരി പാതയിലൂടെ ദനാങ് എന്ന സിറ്റിയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇക്കാലത്തെ ഏറ്റവും പുതുതായ നിർമ്മിതികളും കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെയാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. നാം യാത്ര ചെയ്ത് ഇപ്പോൾ എത്തുന്നത് അടുത്ത കാലത്തായി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമായ ഒരു പടുകൂറ്റൻ പാലത്തിലേക്കാണ്. ചൈനയുടെയോ അല്ലെങ്കിൽ ജപ്പാൻ്റെയോ സാമ്പത്തിക സഹായം കൊണ്ട് നിർമ്മിച്ചിരിക്കാൻ സാധ്യതയുള്ള വടങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു പടുകൂറ്റൻ പാലത്തിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പാലത്തിൻ്റെ ഓരോ വടങ്ങളും എത്ര വലിയൊരു പാലമാണ് ഇതെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ മനോഹരമായ പാലത്തിലൂടെ നാം അതിവേഗം സഞ്ചരിച്ച് മറുകരയിലെത്തി നമ്മുടെ യാത്ര തുടരുകയാണ്. ഇങ്ങനെ നാം ബസ്സിലിരുന്ന് വളരെയേറെ സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ഓർമ്മകൾ തിരിച്ച് ബാണ ഹിൽസിലെ അത്ഭുത കാഴ്ചകളിലേക്കാണ് ഒരിക്കൽ കൂടി മടങ്ങുക. ബാണ ഹിൽസ് എന്ന അത്ഭുത ലോകത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം കേബിൾ കാറിൽ ബാണ ഹിൽസിൻ്റെ അത്യുച്ചയിൽ എത്തുകയും അവിടെയുള്ള മനോഹര കാഴ്ചകൾ കാണുകയും ചെയ്തത് ഞാൻ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാണ ഹിൽസിൽ കേബിൾ കാറിൽ എത്തിയ ശേഷം അത്ഭുതത്തോടു കൂടിയാണ് അവിടുത്തെ ഓരോ കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം പഗോഡകളായാലും സൺവേൾഡ് എന്ന മാന്ത്രിക ലോകമായാലും അവിടുത്തെ നിർമ്മിതികളായാലും ബിയർ ഫാക്ടറി ആയാലും ബിയർ ഫാക്ടറി സന്ദർശനമായാലും അവിടുത്തെ ബിയർ കാർണിവലിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന വിവിധതരം കലാപരിപാടികളായാലും ഒക്കെ അവിടെ എത്തുന്ന ഓരോ യാത്രികനെയും മനസ്സ് നിറയ്ക്കുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. പഗോഡ എത്ര മനോഹരമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയേറെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ബൗദ്ധ പഗോഡയാണ് ബാണ ഹിൽസിൻ്റെ അത്യുച്ചയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ബൗദ്ധ പ്രതിമയും അതുപോലെ തന്നെ മറ്റനേകം തീർത്ഥങ്കരരുടെയും
ബൗദ്ധ മതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റനേകം സംഭവങ്ങളും ഒക്കെ അവിടെ ആലേഖനം ചെയ്ത അനേകം കലാ ആകൃതികൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ പഗോഡയും മറ്റ് അനേക നിർമ്മിതികളും ഒക്കെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് മനോഹരമായ ഒരു ഗാർഡനുള്ളിലാണ് എന്നതാണ് നമ്മെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു കാര്യം. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നതും ആ ഗാർഡനെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതും അവിടെയുള്ള ഓരോ നിർമ്മിതികളും എന്ന് നമുക്ക് കാണുമ്പോൾ ആശ്ചര്യപ്പെടാനല്ലാതെ മറ്റൊന്നിനും സാധിക്കുകയില്ല. കാരണം അത്രയേറെ ക്രിയേറ്റിവിറ്റിയാണ് ഈ തദ്ദേശീയർ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ മരങ്ങൾക്കും ഓരോ തൂണുകൾക്കും ഓരോ നിർമ്മിതികൾക്കും അതിൻ്റേതായ മഹാത്മ്യവും 1000 അത്ഭുതപ്പെടുത്തുന്ന കഥകളുമാണ് നമ്മോട് വിളിച്ചോതുവാനുള്ളത്. നാം കഴിഞ്ഞ വീഡിയോകളിൽ കണ്ട പോലെ തന്നെ ഇവിടെയുള്ള മരങ്ങളിൽ ആർട്ടിഫിഷ്യലായി നിർമ്മിച്ചിരിക്കുന്ന പഴങ്ങളും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന സൺഫ്ലവറും ഒക്കെ എത്ര താദാമ്യത്തോടെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് എന്ന് നാം കാണുമ്പോൾ നമുക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ വയ്യ. കാരണം അത്രയേറെ മനോഹരമായിട്ടാണ് അവർ ഓരോ നിർമ്മിതികളും നടത്തുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇങ്ങനെ ഈ ബാണ ഹിൽസിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബസ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്തിടെയായി നിർമ്മിച്ചൊരുക്കിയ മനോഹരമായ 4 വരി പാതയിലൂടെയാണ്. 4 വരി പാതയുടെ നടുവിലായി അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഗാർഡനുകളും പൂന്തോട്ടങ്ങളും നിരനിരയായി വെട്ടിയൊരുക്കിയിരിക്കുന്ന മനോഹര ചെടികളും ഒക്കെയാണ് നമ്മുടെ കൺമുൻപിലേക്ക് എത്തുക. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ ഒരേ ഒരു ഹോർഡിംഗ് പോലും നമുക്ക് ഇവിടെയൊന്നും കാണാൻ സാധിക്കുകയില്ല. അതിനു പകരം പനകളും മറ്റ് വൃക്ഷങ്ങളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ചൊരുക്കിയിരിക്കുന്ന റോഡും റോഡരികും റോഡിൻ്റെ ഡിവൈഡറും ഒക്കെയാണ്. ഇങ്ങനെ മനോഹരമായ ഈ കാഴ്ചകളും കണ്ട് നാം ബസ്സിലിരുന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ബാണ ഹിൽസിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് എൻ്റെ മനസ്സ് ഓടിയെത്തുകയാണ്. പഗോഡ എന്ന അത്ഭുത കാഴ്ചയും കണ്ട് ആ കുന്നിൻ മുകളിൽ കയറി അവിടെ നിന്നും പ്രകൃതി ഒരുക്കുന്ന വളരെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് നാം അല്പം താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു ലോകമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ബാണ ഹിൽസിനും മുകളിലായി മുഴുവനും പരന്ന് പന്തലിച്ച് കിടക്കുന്ന സൺവേൾഡ് എന്ന മായാലോകമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. പടുകൂറ്റൻ നിർമ്മിതികൾ ഉണ്ടെങ്കിൽ കൂടി പ്രകൃതിക്ക് യാതൊരുവിധ മങ്ങലോ കോട്ടമോ ക്ഷതമോ ഏൽപ്പിക്കാതെ അത്ര സൂക്ഷ്മതയോടെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ സൗധങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തപ്പെടുക. അങ്ങനെ സൺവേൾഡ് എന്ന മായാലോകത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ അത്ഭുത ലോകം കണ്ട് നമുക്ക് മൂകവിസ്മിതരായി നിൽക്കാനേ സാധിക്കുകയുള്ളൂ. അവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന കലാവൈവിധ്യങ്ങളും കലാപരിപാടികളും അതുപോലെ തന്നെ സോവനിയർ ഷോപ്പുകളും മറ്റ് അനേകായിരം വിസ്മയങ്ങളും ഒക്കെ നമ്മെ ഒത്തിരിയേറെ സന്തോഷിപ്പിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഈ യാത്രാ സംഘത്തോടൊപ്പം ഞാൻ അവിടെ സന്ദർശിക്കുന്ന ഈ സമയത്ത് അവിടെയുള്ള ബിയർ ഫാക്ടറിയിൽ ബിയർ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബിയർ കാർണിവലിനോട് അനുബന്ധിച്ച് വിവിധ തരം കലാപരിപാടികൾ ഒരുക്കുന്ന വേദിയും നമ്മുടെ കൺമുൻപിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. അങ്ങനെ ആ മനോഹരമായ വേദിയിൽ നടക്കുന്ന അനേകം വിവിധതരം കലാപരിപാടികളും കാണുകയും ആ കലാപരിപാടികളൊക്കെ ആവുന്നത്ര ഫോട്ടോയായും വീഡിയോയായും മൊബൈൽ പകർത്തി അത് നിങ്ങൾക്കായി സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇപ്പോൾ നാം സഞ്ചരിക്കുന്ന ബസ് ഒരു
അണ്ടർഗ്രൗണ്ട് പാസേജിനുള്ളിലൂടെ, ഒരു തുരങ്കത്തിനുള്ളിലൂടെ കടന്ന് സിറ്റിയുടെ മറുഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മിതികളൊക്കെ അടുത്ത കാലത്തായി പണിതീർത്തതാണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. കാരണം 5 വർഷത്തിനുള്ളിൽ ദനാങ് എന്ന സിറ്റിയെ മറ്റൊരു പട്ടായയായി, ഇല്ലെങ്കിൽ അതിലും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പടുത്തുയർത്താനുള്ള ഇവിടുത്തെ ഭരണാധികാരികളുടെ ഡിറ്റർമിനേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇവിടെ അതിവിപുലമായി നിർമ്മിച്ചൊരുക്കുന്നത്. അങ്ങനെ നാം ഈ അണ്ടർഗ്രൗണ്ട് ടണലിനുള്ളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് മറ്റൊരു മഹാത്ഭുതത്തിലേക്കാണ്. നിർമ്മിച്ചൊരുക്കിയിരിക്കുന്ന മറ്റൊരു പടുകൂറ്റൻ പാലമാണ്. നദിക്കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു സ്ട്രക്ചറാണ് ഈ പാലം. 4 വരി പാതകൾ അനായാസം കടന്നു പോകാൻ തക്ക രീതിയിലാണ് ഈ പടുകൂറ്റൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പടുകൂറ്റൻ പാലം കടന്ന് നാം എത്തിച്ചേരുന്നത് സിറ്റിയുടെ മറ്റൊരു പുതിയ മുഖത്തേക്കാണ്. കാരണം ഈ അടുത്ത കാലങ്ങളിലായി ദനാങ് സിറ്റിയെ നവീകരിക്കുന്ന, ഇല്ലെങ്കിൽ വരും വർഷങ്ങളിലേക്ക് അണിയിച്ചൊരുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിരിക്കുന്ന പടുകൂറ്റൻ നിർമ്മിതികളാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുക. ഹോട്ടലുകളായും ഷോപ്പിംഗ് മാളുകളായും പ്രവാസി കേന്ദ്രങ്ങളായും പ്രവാസികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള മറ്റ് കലാപരിപാടികളായാലും ഒക്കെ അണിയിച്ചൊരുക്കാൻ തക്ക രീതിയിലാണ് ഇവിടുത്തെ പുതുകാലത്തെ നിർമ്മിതികളൊക്കെ നടത്തപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവിടെയുള്ള ഓരോ കാഴ്ചകളും കണ്ട് നാം ബസ്സിലിരുന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ബാണ ഹിൽസിലെ ബിയർ ഫാക്ടറിയെ പറ്റിയും അവിടെ നുകർന്ന ബിയറിൻ്റെ രുചിയെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബാണ ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ബിയർ ഫാക്ടറി സന്ദർശിക്കുക എന്നത് അവിടെ സന്ദർശനം നടത്തുന്ന ഓരോ പ്രവാസിയുടെയും ഓരോ യാത്രികൻ്റെയും ഒരു വേറിട്ട അനുഭവമാണ്. പടുകൂറ്റൻ ഹാളിൽ നിരനിരയായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് അവിടെ നിർമ്മിക്കുന്ന രുചികരമായ ബിയർ നുണയുക എന്നത് ഇവിടെ എത്തുന്ന ഏതൊരു പ്രവാസിയുടെയും ഒരു ഇഷ്ട കാര്യമാണ്. അങ്ങനെ അവിടെ ഇരുന്ന് ആ ബിയർ ഫാക്ടറിയിൽ നിർമ്മിച്ച് ബിയറൊക്കെ ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് ഇപ്പോൾ ബസ്സിലിരുന്ന് നാം യാത്ര ചെയ്ത് ദനാങ് സിറ്റിയുടെ ഏറ്റവും മനോഹര കാഴ്ചകളിലൊന്നായ ഡ്രാഗൺ ബ്രിഡ്ജിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോഴേക്കും രാത്രിയായി തുടങ്ങി. ദനാങ് സിറ്റി തന്നെ ആകെ പ്രകാശപൂരിതമായി ലൈറ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ രാത്രിയുടെ യാമങ്ങളിൽ ഈ ദനാങ് സിറ്റിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ എങ്ങും പ്രകാശത്തിൻ്റെ ഒരു വിസ്മയ ലോകമാണ് നമുക്ക് കാണാൻ സാധിക്കുക. പകലത്തെ അതിമനോഹരമായ കാഴ്ചകൾ എന്നതുപോലെ തന്നെ രാത്രിയിലെ ഈ ദനാങ് സിറ്റിയുടെ കാഴ്ചകളും അതിമനോഹരമാണ്. ഇപ്പോൾ ഇവിടെ നിരനിരയായി പോകുന്ന വാഹനങ്ങളും ആ വാഹനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വിവിധ തരം ലൈറ്റുകളും ഒക്കെ ഈ സിറ്റിക്ക് വളരെയേറെ മനോഹാരിത പകർന്നു നൽകുന്നുണ്ട്. പകൽ സമയത്ത് വാഹനങ്ങൾ മാത്രമേ കാണാൻ സാധിക്കൂ എങ്കിൽ രാത്രി സമയത്ത് ഈ ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്ന മനോഹരമായ ദനാങ് സിറ്റിയും ഈ മനോഹരമായ സിറ്റിയിൽ കൂടി ലൈറ്റ് അപ്പ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന
അനേകായിരം വാഹനങ്ങളുടെ അകമ്പടിയുമാണ് നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെട്ട് എത്തുക. അത് ടൂ വീലറായിട്ടും കാറുകളായിട്ടും ബസ്സുകളായിട്ടും ടാക്സികളായിട്ടും ഒക്കെ നമ്മുടെ മുമ്പിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ നാം ഏതോ ഒരു അത്ഭുത പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്. അങ്ങനെ ദനാങ് സിറ്റിയുടെ പ്രധാന വീതിയിൽ നിന്നും നാം രാത്രി ഭക്ഷണത്തിനായി ഒരു ചെറു റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രി ഭക്ഷണം നമുക്ക് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരക്കാരനായ ഒരു മലയാളി നടത്തുന്ന ഇന്ത്യൻ അരോമ റെസ്റ്റോറൻറ്റ് എന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇതിനു മുമ്പും ഇവിടെ നിന്നും നാം ഭക്ഷണം കഴിക്കുകയുണ്ടായി. ഇവിടെ എത്തി ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റ് ആണെന്നുള്ള ഒരേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ വിളമ്പുന്ന ഓരോ വിഭവത്തിനും ഒരു പ്രത്യേക രുചിക്കൂട്ടാണ്. കാരണം അത് സാമ്പാറായിട്ടും പപ്പടമായിട്ടും മാങ്ങ അച്ചാറായിട്ടും അവിയലായിട്ടും തോരനായിട്ടും അങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഓരോ തരം വിഭവങ്ങളായിട്ടും നമ്മുടെ മുമ്പിൽ എത്തുകയും നമ്മോട് ഇവിടെ ഈ വിയറ്റ്നാം എന്ന രാജ്യത്ത് ദനാങ് എന്ന സിറ്റിയിൽ നമ്മോട് മലയാളത്തിൽ സംസാരിച്ച് നമുക്ക് ഭക്ഷണം വിളമ്പുന്ന ഇവിടുത്തെ ജീവനക്കാരെ കാണുമ്പോൾ നമുക്ക് കേരളത്തിലെ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അതേ ഫീലിംഗ് ആണ് ഉണ്ടാവുക. മലയാളികൾ എന്ന അടുപ്പവും സ്നേഹവും അതുപോലെ തന്നെ നമുക്ക് വിളമ്പിത്തരുന്ന ഭക്ഷണങ്ങളുടെ രുചിക്കൂട്ടും ഒക്കെ ഇവിടുത്തെ രാത്രി ഭക്ഷണത്തെ അത്യുഗ്രം രുചിയുള്ളതാക്കി തീർക്കുന്നു എന്ന് പറയാതെ വയ്യ. അങ്ങനെ മലയാളികളുടെ ഹോട്ടലിലെ രുചികരമായ ഭക്ഷണത്തിന് ശേഷം നാം അവിടെ നിന്നും അവരോട് യാത്ര പറഞ്ഞ് സൗഹൃദങ്ങളൊക്കെ പുതുക്കി ഇനിയും വരാമെന്നും ഇനിയും ഈ ഹോട്ടലിലേക്ക് ഭക്ഷണത്തിനായി എത്തുമെന്നും ഒക്കെ പറഞ്ഞ് അവർ വിളമ്പിയ നല്ല രുചിയുള്ള കേരളീയ ഭക്ഷണത്തിന് പ്രത്യേക നന്ദി പറഞ്ഞ് ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്.